താലി. രചനാവതരണം നന്ദു അച്ചു കൃഷ്ണ. ഏങ്ങലടി ഒന്ന് കുറഞ്ഞൂന്ന് തോന്നി. തല താഴ്ത്തി നോക്കിയപ്പോ ആള് ഉറങ്ങിപ്പോയിരുന്നു. ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു. കല്യാണം ഉറപ്പിച്ചപ്പോഴൊക്കെ അന്നത്തെ തന്റെ പിണക്കം മാറ്റാൻ പറഞ്ഞതാണെന്ന് ആ ദിവസം കഴിഞ്ഞ് ഒരാഴ്ച തികയും മുന്നേ തന്നെ മനസ്സിലായി. എന്നും കരച്ചിലും ബഹളവും, എന്നും എനിക്ക് കല്യാണം വേണ്ട എന്നുള്ള ചിണങ്ങല്. അവസാനം നിവർത്തിയില്ലാതെ പെണ്ണിന്റെ കരച്ചിലിനിയും കണ്ടാൽ ഭ്രാന്ത് പിടിക്കുമെന്നുള്ള തോന്നലിൽ താൻ തന്നെ ചെന്നു പറഞ്ഞു കല്യാണം മാറ്റിവെക്കാൻ. അന്ന് എല്ലാരും കൂടെ തന്നെ തീർത്തില്ലെന്നേ ഉള്ളൂ. കുഞ്ഞുകളിയല്ല കല്യാണം എന്ന് പറഞ്ഞ് അച്ചമ്മ പറഞ്ഞതൊക്കെ ഓർത്താൽ മഹാദേവാ. അപ്പു ഒന്ന് ശ്വാസം വലിച്ചു വിട്ടു. പിന്നെ എല്ലാരൂടെ അവളോടായിരുന്നു വഴക്കം തോന്നുന്നു. അതുകൊണ്ടാവും അന്ന് കഴിഞ്ഞ് വിളിക്കുമ്പോ ഒക്കെ കരയുന്നല്ലാതെ കല്യാണം വേണ്ടെന്നുള്ള പറച്ചിലങ്ങ് നിന്നു. പാവം തോന്നി. ഇങ്ങനൊരു പെണ്ണ്. അപ്പുവിന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. തന്നിലേക്ക് വീണുപോയ മുടിയിഴകളെ കാതിന് പിന്നിലേക്ക് അവൻ ഒതുക്കി വെച്ചു. കല്യാണ ഡ്രസ് എടുക്കാൻ പോയപ്പോഴാ പിന്നൊന്ന് അവളെ അടുത്ത് കണ്ടത്. പക്ഷെ എങ്ങനെയൊക്കെ നോക്കിയിട്ടും കുറച്ചു സമയം അവളെ ഒറ്റയ്ക്ക് കിട്ടിയില്ല. എപ്പോഴും ചുറ്റും ആൾക്കാർ. ഒന്നെങ്കിൽ സഹ്യ, അല്ലെങ്കിൽ സവിതമ്മയുടെ മകൾ മീനു, അല്ലെങ്കിൽ അച്ചമ്മ. ആകെ ശോകം. പിന്നെ കൂട്ടത്തിലുള്ള ആ മുതലിന് അങ്ങനത്തെ ഒരു ചിന്തയുമില്ല. കണ്ണും കൈയും കാട്ടി കുറെ പ്രാവശ്യം അടുത്തേക്ക് വിളിച്ചു. കണ്ടിട്ടും കാണാത്ത പോലെ അവള് പോയി. അവസാനം മീനൂട്ടിയാണ് ചേഞ്ചിങ് റൂമിൽ വെച്ച് കാണാൻ ഒരു അവസരം ഉണ്ടാക്കിയത്. അപ്പുവിന്റെ ഓർമ്മകൾ അന്നത്തെ ആ ദിവസത്തേക്ക് പോയി. അയ്യോ, ഒച്ച എടുത്തിൽ കൂട്ടല്ലേ കൊച്ചേ, അട്ടി വീഴും പുറത്തുനിന്ന്. കൈയെടുക്കുക, ബഹളം കാണിക്കരുത്, ഡോറ് ലോക്കാണല്ലോ എന്ന് ഒന്നുകൂടി ഉറപ്പിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. ഇല്ലെന്നുള്ള തലയാട്ടൽ കിട്ടിയതും വായിൽ നിന്നും കൈയെടുത്തു. അപ്പേട്ടെന്താ ഇവിടെ? ഇതേ ലേഡീസിന്റെ ട്രയൽ റൂമാ. പേടി മുന്നിട്ട് ഭയം നിറഞ്ഞ സ്വരത്തിൽ ചുറ്റും കണ്ണുകൾ പാറിച്ചവൾ തന്റെ കണ്ണിലേക്ക് നോക്കി. ഒന്നും പറയാൻ തോന്നിയില്ല. പെണ്ണിനെന്തോ വല്ലാത്തൊരു നറുമണം. ആ ഗന്ധം ഉള്ളിലേക്ക് ആവാഹിച്ച് ശ്വാസം ഒന്ന് പിടിച്ചു നിർത്തി. ഒരു നിമിഷം പോലും കാത്തിരിക്കാൻ കഴിഞ്ഞില്ല. ഇറുക്കി കെട്ടിപ്പിടിച്ച് കഴുത്തിട്ടിലേക്ക് മുഖം അമർത്തി. ആ ഞെട്ടലോടെ ഒന്ന് ഉയർന്നത് കേട്ടു. മിസ്ഡ് യു സോ മച്ച്. ആർദ്രമായി കേട്ട വാക്കുകളിൽ പേടി മറന്നു. ഹൃദയം ഉച്ചത്തിൽ മിടിച്ചു. അവളുടെ കൈകളും അവനിൽ മുറുകി. ഞാൻ എന്തോരം എന്നെ ഇഷ്ടല്ലേ അമ്മു? മുടിയിഴകളിൽ പിടിച്ചൊരു വലിയായിരുന്നു മറുപടി. നോക്കുമ്പോ കണ്ണു നിറച്ച് ദേഷ്യം പിടിച്ച് നിൽക്കുന്നുണ്ട്. അന്ന് രാത്രി പിരിയുമ്പോൾ വാക്ക് പറഞ്ഞതാണ്, ഒരിക്കലും ഇനി ഒരാള് മറ്റൊരാളുടെ സ്നേഹത്തെ ചോദ്യം ചെയ്യില്ലെന്ന്. എന്നിട്ടും അത് തെറ്റിച്ചതിന്റെയാണ് ഈ ദേഷ്യം. വാശിയോടെ മുഖം തിരിച്ചു. അച്ചമ്മ അടുത്തുണ്ടായിട്ടല്ലേ? അച്ചമ്മയ്ക്ക് ഇതൊന്നും ഇഷ്ടമല്ലാത്തോണ്ടല്ലേ? പരിഭവം പറയും പോലെ പെണ്ണ് പിറുപിറുക്കുന്നുണ്ട്. പിന്നെയും കെട്ടിപ്പിടിക്കാനാഞ്ഞതും പിന്നിലേക്ക് പോയി കണ്ണാടിയിൽ മുട്ടി നിന്നു. പ്രണയം കൊണ്ട് കണ്ണു കാണുന്നില്ലെന്ന് തോന്നിയ നിമിഷത്തിൽ സമ്മതം ചോദിച്ചില്ല. ചുണ്ടുകൾ കൊതിയോടെ കട്ടെടുക്കുമ്പോൾ തോളിലാഴ്ന്ന വിരലുകൾ ബാക്കിയാക്കിയത് തന്റെ പെണ്ണിന്റെ പേടി തന്നെയായിരുന്നു. ആ നിമിഷമൊത്തൊന്നും സത്യം പറഞ്ഞാൽ അറിഞ്ഞില്ല. ശ്വാസം കിട്ടാതെ അവൾ മരിച്ചു പോകുമെന്ന് തോന്നിയപ്പോൾ മാത്രം വിട്ടകന്നു. നെഞ്ചിലേക്ക് വാടിയ തണ്ടുപോലെ അവൾ വീണുപോയി. പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല കൊച്ചെ. അതുകൊണ്ടാ. ഒരു നിമിഷം അവളുടെ കണ്ണുകളിൽ നോക്കിയപ്പോ ഉള്ളിൽ പതഞ്ഞു പൊങ്ങിയ കുറ്റബോധത്തിൽ വാക്കുകൾ തപ്പിത്തടയും മുന്നേ തന്നെ ഇടനെഞ്ചൊന്നു നൊന്തു. ഇങ്ങനെ കടിക്കല്ലേ അമ്മൂട്ടാ. പറഞ്ഞത് ഇഷ്ടമായില്ലെന്നറിയിക്കാൻ പിന്നെയും കിട്ടി അതുപോലൊന്ന്. ഹോ, എനിക്ക് വയ്യ. അവൻ നെഞ്ചിൽ തടവി അവളെ നോക്കുമ്പോൾ പ്രതീക്ഷിക്കാതെ കവിളിലൊരുമ്മ കിട്ടി. എന്റെ അമ്മൂസേ. കവിളിലേക്ക് അറിയാതെ കൈപോയി. ഇതിപ്പോ വേദന കൊണ്ട് നെഞ്ചു തടവണോ കിട്ടിയ ചുംബനം കയ്യാൽ പൊതിഞ്ഞ് സൂക്ഷിക്കണോ എന്നറിയാതെ അപ്പോ അവളെ നോക്കി നിന്നുപോയി. അപ്പോഴേക്കും പുറത്തുനിന്ന് മീനു വിളിക്കാൻ തുടങ്ങി. അമ്മുവേച്ചി, അച്ചമ്മ തിരക്കുന്നു. അയ്യോ, അച്ചമ്മ? കുസൃതിയും കുറുമ്പും നിറഞ്ഞെടുത്ത് പേടി ഓടിയെത്തി. അപ്പേട്ടാ, അച്ചമ്മ. അമ്മൂസേ, ഒന്നുമില്ലടാ. അച്ചമ്മ കണ്ടാൽ കുന്തവാ. അപ്പേട്ടാ, ആരും കാണില്ല കുഞ്ഞെ. മോള് പോയിട്ട് ഞാൻ ഇറങ്ങും. ചേച്ചി, വരുന്നു മീനു. പോവാ. അവളെ ഒന്നൂടെ വന്ന് കെട്ടിപ്പിടിച്ചു പറഞ്ഞതും ഇടുപ്പിലൂടെ പിന്നെയും അവളെ വരിഞ്ഞു മുറുക്കി തോളിൽ നിന്നും ടോപ്പ് മാറ്റി അമർത്തി കടിച്ചു. അപ്പേട്ടാ. ചിലമ്പി എത്തിയ സ്വരത്തിനു പോലും തന്നെ ഭ്രാന്തനാക്കാനുള്ള ശേഷിയുണ്ടെന്ന് അറിയിക്കും മുന്നേ അവൾ അവിടെ നിന്നും ഇറങ്ങിപ്പോയി കഴിഞ്ഞിരുന്നു. അങ്ങനെ അന്ന് രാത്രി പിന്നെയും മതില് ചാടി. ആ രാത്രി മുഴുവനും അവളെ മടിയിലെത്തി തങ്ങളുടെ സ്വപ്നങ്ങൾ പങ്കുവെക്കുന്ന തിരക്കിൽ വെളുപ്പിനെ എപ്പോഴാണ് തിരിച്ചു വന്നത്. 3 ദിവസം മുന്നേ പിന്നെയും ഇതൊക്കെ തുടങ്ങി. ഫോണിൽ കൂടി കരയുമ്പോൾ ഉണ്ടാകുന്ന നിശ്വാസം മാത്രം. അന്ന് അവിടെ മതിൽ ചാടി വന്നതിന് ശേഷം പിന്നെ അവളെ കാണാൻ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. അവളുടെ കണ്ണിലുണ്ടായിരുന്ന ഫോണാണെങ്കിൽ ജാമ്പുവാന്റെ അപ്പൂപ്പന് അങ്ങേരുടെ മുത്തശ്ശൻ കൊടുത്ത പോലൊരു പെട്ടി. ഒരു ഫോൺ വാങ്ങി കൊടുത്തു വിട്ടപ്പോ
അത് അതുപോലെ അങ്കിളിന് കൊടുത്തേക്കുന്നു പെണ്ണ്. അതിനെ ചൊല്ലി മാത്രം ഞങ്ങൾക്കിടയിൽ എന്തോരം വഴക്ക് നടന്നിരിക്കുന്നു. അവളെ ഒന്ന് കാണാൻ ആരുടെയൊക്കെ കാല് പിടിക്കേണ്ടി വന്നു. ഭ്രാന്ത് പിടിക്കുമെന്ന് പോലും തോന്നി. അവസാനം ഒരു ദിവസം മുഴുവനും മിണ്ടാതിരുന്നതിന്റെ അന്ന് രാത്രി ആദ്യമായി തന്നെ തേടി അവളുടെ മുഖമെത്തി. സഹിയുടെ ഫോണിൽ നിന്നും. ദേഷ്യം കൊണ്ട് നോക്കിയത് പോലുമില്ല. പേടിച്ചിട്ടാ. പിണങ്ങല്ലേന്ന് പറഞ്ഞ് കരയുന്ന കണ്ടപ്പോ അറിയാതെ നോക്കിപ്പോയി. അച്ചമ്മ പറഞ്ഞിട്ടാണെന്ന് പോലും. ആ സമയം അവരെ കയ്യിൽ കിട്ടിയാൽ തീർക്കാനുള്ള ദേഷ്യം തോന്നിപ്പോയി. പിന്നെ ആലോചിച്ചു, അവരെ പറഞ്ഞിട്ടിപ്പോ എന്തിനാ? അവര് പറയുന്നതൊക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങുന്നവളെയല്ലേ ആദ്യം പറയേണ്ടത്. എന്ത് പറയാൻ, ആരോട് പറയാൻ? അമ്മോനോട് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ലോകത്തെല്ലാത്തിനെയും പേടിച്ച് സ്വന്തമായി ഒരഭിപ്രായം പോലും ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ അവൾ ഇങ്ങനെയാ. ആ പെണ്ണിനെയാണ് തനിക്കിഷ്ടവും. അപ്പു അവളുടെ നെറുകയിലൊന്ന് മുത്തി. അത് കൃത്യമായി ശ്രീ കണ്ടു. പെട്ടെന്ന് നോട്ടം മാറ്റി. കാറിൽ വല്ലാത്തൊരു മൂകത നിറഞ്ഞു നിന്നു. എഫ്എമ്മിൽ നിന്നുള്ള പാട്ട് അപ്പു മാത്രമാണ് അപ്പു ശ്രദ്ധിക്കുന്നത്. വരികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അത്രയും മനോഹരമായ ആ ഗാനത്തിലെ എല്ലാ വരികളും അപ്പുവിന്റെ ചുണ്ടിലൂടെ പുറത്തേക്ക് കേട്ടു. അവനും അസാധ്യമായി മൂളി. എന്തേലും പറഞ്ഞു ആര്യൻ? ഏയ് ഇല്ലടോ, പാട്ട് മൂളിയതാ. ഇവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണിത്. നെഞ്ചിൽ കിടന്നുറങ്ങുന്നവളെ പ്രണയത്തോടെ നോക്കിയവൻ പറഞ്ഞു. ദേവ ഉറങ്ങിയോ? അതല്ലേ ഇത്രയും നിശബ്ദത. അപ്പു അത് പറഞ്ഞതും ശ്രീയും ചിരിച്ചുപോയി. ഇന്ന് ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതാടോ. ഏറെക്കുറെ കൂടെ വരില്ലെന്ന് തന്നെയാണ് കരുതിയത്. പക്ഷെ താൻ രക്ഷിച്ചു. താങ്ക്സ്. ഏയ് അതിന്റെ ഒന്നും ആവശ്യമില്ലടോ. അമ്മൂന് തന്നെ നല്ല പേടിയല്ലേ? അതെന്താ? അറിയില്ല. വാക്കുകൾ കൊണ്ട് അവളെ കീറിമുറിച്ച നേരങ്ങളിൽ അവളുടെ ഉള്ളിലുണ്ടായ ഭയമാണ് ഈ പേടിയെന്നൊന്നും എന്തുകൊണ്ടോ ശ്രീ പറഞ്ഞില്ല. ആര്യൻ, ദേവയുടെ പഠിത്തം അത് ഞാൻ മുടക്കില്ല ശാന്തനു. ശ്രീയുടെ ഉള്ളിലൊരു തണുപ്പ് വീണു. അപ്പുവിന്റെ നെഞ്ചിൽ തലയിട്ടി ഉരുട്ടിയുള്ള ശബ്ദം കേട്ടപ്പോ ശ്രീയുടെ കാലുകൾ ആക്സിലേറ്ററിൽ നിന്നും അകന്നു. എന്തുപറ്റി? എന്തേലും പ്രശ്നം? ഏയ്, ഉറക്കത്തിനിടയിലാ. കുറെ ദിവസത്തെ ഉറക്കം കാണും. അതാണ് പെട്ടെന്ന് മയങ്ങിപ്പോയത്. സന്തോഷങ്ങളെന്ന് വെച്ചാൽ ചത്തുകളയും പെണ്ണ്. അതുകൊണ്ട് അച്ഛമ്മോള് ഇന്ന് ഇതിലും വലുതൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് ഞങ്ങളൊക്കെ വിചാരിച്ചു വെച്ച മായ ആന്റിയേക്കാൾ സന്തോഷങ്ങളാണ് അവൾക്കെല്ലാം. സത്യം, അവൾക്ക് പ്രിയപ്പെട്ടവരെല്ലാം അച്ഛന് ഇഷ്ടമുള്ളവരാണെന്ന് നിർബന്ധം പോല. അപ്പുവിന്റെ വാക്കുകളിൽ വാത്സല്യം നിറഞ്ഞു. പിന്നെയും അവർക്കിടയിലേക്ക് മൗനം വിരുന്നു വന്നു. അതുകൊണ്ട് തന്നെ അവനൊന്നു മയങ്ങി. ആര്യൻ, ആര്യൻ, ആ എന്താ? ആര്യൻ തന്റെ വീടെത്തി. വേഗം, സമയായി. ദേവയെ ഉണർത്തു. ഓ, ഓക്കെ ഓക്കെ. അമ്മു, അമ്മു, മോളെ. അപ്പു തട്ടി വിളിച്ചതും അമ്മു എഴുന്നേറ്റു. അപ്പോഴേക്കും ബന്ധുക്കളൊക്കെ അവർക്കടുത്തേക്ക് വന്നിരുന്നു, അകത്തേക്ക് കൂട്ടാനായി. അവർക്കൊപ്പം അകത്തേക്ക് നടക്കും മുന്നേ ആര്യൻ തിരിഞ്ഞൊന്ന് ശ്രീയെ നോക്കി. താങ്ക്സ് ശാന്തനു. മറുപടി ഒരു പുഞ്ചിരി മാത്രമായിരുന്നു. അപ്പോൾ നിങ്ങളിൽ ഒരുപാട് കൂട്ടുകാർക്ക് കുറെ അധികം സംശയങ്ങൾ ഉണ്ടെന്നറിയാം. നെക്സ്റ്റ് പാർട്ടിൽ നിങ്ങളുടെ കൺഫ്യൂഷൻ കുറച്ചും കൂടി കൂടും. പക്ഷെ അതിൻ്റെ എല്ലാ കൺഫ്യൂഷൻസും വരും ഭാഗങ്ങളിൽ നിങ്ങൾക്ക് പതിയെ പതിയെ മാറിക്കിട്ടും. അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യാതെ സ്റ്റോറി തുടർന്നും വായിക്കണം. ഇതൊരു ഫീൽ ഗുഡ് സ്റ്റോറി തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അതുകൊണ്ട് കഥ മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ ഒരു ഫ്ലോ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ആരും ഇവിടെ വെച്ച് കഥ ഉപേക്ഷിക്കല്ലേ. മുന്നോട്ട് ഇതിലും മനോഹരമായ പാർട്ടുകളായിരിക്കും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒപ്പം തന്നെ ഉണ്ടാവുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നന്ദി.